നമസ്കാരം സുഹൃത്തുക്കളെ, ഒന്ന് സങ്കല്പിക്കുക. അർജുൻ എന്ന 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നുള്ളയാളാണ്. അർജുൻ ഭാഗ്യവാനായിരുന്നു. കാരണം അടുത്തിടെ അവന് 1 കോടി രൂപയുടെ ലോട്ടറി അടിച്ചു. ഈ വാർത്ത കേട്ടപ്പോൾ അവൻ അതിയായിട്ട് സന്തോഷിച്ചു. എന്നാൽ അതോടൊപ്പം അവനൊരു കാര്യം ഓർമ്മ വന്നു. ലോട്ടറി അടിക്കുന്ന ഭൂരിഭാഗം ആളുകളും ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പാപ്പരാകാറുണ്ട്. അർജുൻ കുട്ടിക്കാലം മുതലേ അല്പം പ്രായോഗിക ബുദ്ധിയും വിവേകമുള്ളവനുമായിരുന്നു. പെട്ടെന്ന് കിട്ടുന്ന പണം ശരിയായി കൈകാര്യം ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഭൂരിഭാഗം ആളുകളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്ന് അവൻ പലതവണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ വിവേകപൂർണമായ ഒരു തീരുമാനമെടുത്തു. ഞാൻ ഈ മുഴുവൻ പണവും ഒരു സുരക്ഷിതമായ സ്ഥലത്ത് വയ്ക്കും. വിരമിച്ച ശേഷം ഇത് ഉപയോഗിക്കും. ഇപ്പോൾ ഒന്നും ചിലവഴിക്കില്ല. അവന്റെ ഈ തീരുമാനം കേൾക്കുമ്പോൾ വളരെ കൃത്യവും ഭാവിയെക്കുറിച്ച് നല്ല ആസൂത്രമുള്ളതായിട്ടും തോന്നും. പക്ഷേ യഥാർത്ഥ ഞെട്ടലുണ്ടാവുന്നത് അർജുൻ 60 വയസ്സിന് ശേഷം വിരമിക്കുമ്പോഴാണ്. അതായത് കൃത്യം 40 വർഷങ്ങൾക്ക് ശേഷം. ആ സമയത്ത് അവൻ തന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുന്നു. അവിടെ 1 കോടി രൂപ അതുപോലെയുണ്ട്. എന്നാൽ ആ പണം കൊണ്ട് എന്തെങ്കിലും വാങ്ങാൻ പുറത്തിറങ്ങുമ്പോൾ ആ 1 കോടി രൂപയുടെ വാങ്ങൽ ശേഷി ഇപ്പോൾ വെറും 10 ലക്ഷം രൂപയ്ക്ക് തുല്യമായി കുറഞ്ഞു. അതായത് 40 വർഷം മുൻപ് 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ കഴിയുമായിരുന്ന സാധനങ്ങൾക്ക് ഇപ്പോൾ 1 കോടി രൂപയ്ക്ക് പോലും ലഭിക്കുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ സംഭവിച്ചു? ഉത്തരം ഇതാണ്: പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ. പണപ്പെരുപ്പം എന്നാൽ കാലക്രമേണ സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും നമ്മുടെ കറൻസിയുടെ മൂല്യം കുറയുകയും ചെയ്യുന്നു എന്നതാണ്. അതായത് ഇന്ന് 100 രൂപയുടെ മൂല്യം വരും വർഷങ്ങളിൽ അത്രത്തോളം ഉണ്ടാകില്ല. ഇനി ചിന്തിക്കൂ, നിങ്ങൾ പണം വെറുതെ ലാഭിച്ചു വെക്കുകയും അതിൽ ഒരു നിക്ഷേപവും നടത്തുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇതുകൊണ്ടാണ് സേവിങ്സ് അക്കൗണ്ടിലോ FDയിലോ മാത്രം പണം വയ്ക്കുന്നത് വിവേകമല്ല, മറിച്ച് പതുക്കെ പണത്തിന്റെ മൂല്യം നഷ്ടപ്പെടുത്തലാണ് എന്ന് പറയുന്നത്. ഇനി അർജുനെ പോലെ നിങ്ങൾ ഏതൊക്കെ നിക്ഷേപ മാർഗങ്ങളിൽ ശ്രദ്ധിക്കണമെന്നും അവയുടെ ഗുണങ്ങളും ദോഷങ്ങളും എന്തെല്ലാമാണെന്നും നോക്കാം. ബാങ്ക് സേവിങ്സും സ്ഥിര നിക്ഷേപങ്ങളും. FD സുരക്ഷിതമെന്ന് തോന്നുമെങ്കിലും വഞ്ചനാപരമായ ഒരു മിഥ്യാബോധമാണ്. ബാങ്ക് സേവിങ്സ് അക്കൗണ്ടുകളിൽ അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങളിൽ ഇന്ത്യയിൽ പരമ്പരാഗതമായി ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ ലഭിക്കുന്ന പലിശ സാധാരണയായി 3% മുതൽ 7% വരെയാണ്. ഇത് ഏതെങ്കിലും തരത്തിലുള്ള വിപണി നഷ്ടസാധ്യതയിൽ നിന്ന് ഏതാണ്ട് പൂർണ്ണമായും മുക്തവുമാണ്. അതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ഇതിനെ റിസ്ക് ഇല്ലാത്ത നിക്ഷേപമായി കണ്ട് തങ്ങളുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ ഇതിൽ നിക്ഷേപിക്കുന്നു. എങ്കിലും പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ മാർഗം സുരക്ഷിതവും സ്ഥിരതയുള്ളതുമായി തോന്നാമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് നിങ്ങളുടെ പണത്തിന്റെ വാങ്ങൽ ശേഷി, അതായത് പർച്ചേസിംഗ് പവർ പതുക്കെ ഇല്ലാതാക്കുന്നു. ഇതിന് കാരണം പണപ്പെരുപ്പമാണ്, ഇൻഫ്ലേഷൻ. പണപ്പെരുപ്പ നിരക്ക് ഓരോ വർഷവും ശരാശരി 6% മുതൽ 7% വരെ ആയിരിക്കുകയും നിങ്ങളുടെ FD നിങ്ങൾക്ക് അത്ര തന്നെയോ അതിൽ കുറവോ വരുമാനം നൽകുമ്പോൾ വാസ്തവത്തിൽ നിങ്ങളുടെ മൂലധനത്തിന്റെ യഥാർത്ഥ മൂല്യം കുറയുകയാണ്, റിയൽ വാല്യൂ കുറയുന്നു. സ്വർണം നിങ്ങൾക്ക് സുരക്ഷ നൽകുന്നു, പക്ഷേ സമൃദ്ധി നൽകുന്നില്ല. ഇന്ത്യയിൽ സ്വർണം കേവലം ഒരു ലോഹമല്ല, മറിച്ച് വികാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും സുരക്ഷയുടെയും പ്രതീകമായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് രാജ്യത്തെ മിക്കവാറും എല്ലാ വീടുകളിലും കുറച്ചെങ്കിലും സ്വർണം തീർച്ചയായിട്ടും ഉണ്ടാവുന്നത്. അത് ആഭരണങ്ങളുടെ രൂപത്തിലായാലും നാണയങ്ങളുടെയോ ബാറുകളുടെയോ രൂപത്തിലായാലും. ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ ഒരു സുരക്ഷിതമായ താവളമായിട്ട്, സേഫ് ഹെവൻ അസറ്റ് ആയിട്ട് കണക്കാക്കുന്നു. പ്രത്യേകിച്ചും വിപണിയിൽ അസ്ഥിരതയുണ്ടാകുമ്പോഴോ സമ്പദ് വ്യവസ്ഥ തകരാറിലാകുമ്പോഴോ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ സ്വർണം ശരാശരി 6% വാർഷിക വരുമാനം നൽകിയിട്ടുണ്ട്. ഈ വരുമാനം ബാങ്ക് FDയേക്കാൾ അല്പം മെച്ചമായി തോന്നാമെങ്കിലും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള, അതായത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായി മാറില്ല. ഇതിന്റെ പ്രധാന കാരണം സ്വർണത്തിന്റെ വില പതുക്കെ ആണ് വർദ്ധിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ലാഭവിഹിതമോ, അതായത് ഡിവിഡൻഡ്, പലിശയോ വരുമാനമോ ഇല്ല. ഭാവിയിൽ വില കൂടുമെന്നും അത് വിറ്റ് ലാഭം നേടാമെന്നുള്ള പ്രതീക്ഷയിൽ മാത്രമാണ് നിങ്ങൾ ജീവിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് സ്ഥിരമായ വരുമാനവും ദീർഘകാല സമ്പത്തും നിർമ്മാണവും. റിയൽ എസ്റ്റേറ്റിനെ എക്കാലവും ഉറപ്പുള്ളതും വിശ്വസനീയവുമായ ഒരു നിക്ഷേപ മാർഗമായി കണക്കാക്കുന്നു, പ്രത്യേകിച്ച് ദീർഘകാല സമ്പത്ത് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്. ഈ നിക്ഷേപത്തിലൂടെ പ്രധാനമായും 2 വഴികളിലൂടെ വരുമാനം നേടാം. അതായത് റിയൽ എസ്റ്റേറ്റിലൂടെ നമുക്ക് 2 വഴികളിലൂടെ പ്രധാനമായിട്ട് വരുമാനം നേടാൻ സാധിക്കും. ഒന്നാമത്തേതാണ് റെന്റൽ ഇൻകം, വാടക വരുമാനം. രണ്ടാമത്തേത് വസ്തുവിന്റെ മൂല്യം വർദ്ധിക്കുമ്പോൾ. അതായത് നിങ്ങൾ ഒരു വസ്തു വാങ്ങി കുറച്ച് നാളുകൾക്ക് ശേഷം അതിന്റെ മൂല്യം വർദ്ധിച്ചാൽ അതിലൂടെയും വരുമാനം നേടാൻ സാധിക്കും. അതിനൊരു ഉദാഹരണം പറയാം. ഉദാഹരണത്തിന് അർജുൻ എന്ന ഒരു ഇടത്തരം വ്യക്തി പൂനെയിലെ ഒരു മികച്ച പ്രദേശത്ത് 60 ലക്ഷം രൂപയ്ക്ക് ഒരു 2 BHK ഫ്ലാറ്റ് വാങ്ങുന്നു എന്ന് കരുതുക.
അവനത് പ്രതിമാസം 20,000 രൂപയ്ക്ക് വാടകയ്ക്ക് നൽകുന്നു. അതിലൂടെ അവന് ഓരോ വർഷവും 2,40,000 രൂപയുടെ നിഷ്ക്രിയ വരുമാനം, അതായത് പാസീവ് ഇൻകം ലഭിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം 5 വർഷങ്ങൾക്ക് ശേഷം ആ ഫ്ളാറ്റിന്റെ വിപണി വില 90 ലക്ഷം രൂപയായി ഉയരുന്നു. അർജുന് സ്ഥിരമായ വരുമാനം ലഭിക്കുക മാത്രമല്ല 30 ലക്ഷം രൂപയുടെ മൂലധന നേട്ടവും, ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാവുന്നു. ഈ ഇരട്ട നേട്ടം റിയൽ എസ്റ്റേറ്റിനെ വളരെ ആകർഷകമാക്കുന്നു, പ്രത്യേകിച്ച് ഭൗതിക ആസ്തികളിൽ, അതായത് ഫിസിക്കൽ അസറ്റിൽ വിശ്വസിക്കുന്നവർക്ക്. എന്നാൽ ഇതിലെ ഒരു പ്രധാന വശം, റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാൻ വലിയ മൂലധനം ആവശ്യമാണ്. 50 ലക്ഷം മുതൽ 1 കോടി വരെ തുകയുള്ള ഒരു സാധാരണ വ്യക്തിക്ക് അത് സമാഹരിക്കുന്നത് എളുപ്പമായിരിക്കില്ല. 50 ലക്ഷം മുതൽ 1 കോടി വരെ ഉള്ള തുക ഒരു സാധാരണ വ്യക്തിക്ക് സമാഹരിക്കുന്നത്, അതായത് അത് കണ്ടെത്താൻ എളുപ്പമായിരിക്കില്ല. ക്രിപ്റ്റോ കറൻസി അടുത്ത മറ്റൊരു മേഖലയാണ്. അസ്ഥിരതയുടെ പര്യായമാണ്, നഷ്ടസാധ്യത നിറഞ്ഞ ലോകമാണ്. പക്ഷേ ക്രിപ്റ്റോ കറൻസി സമീപ വർഷങ്ങളിൽ ലോകമെമ്പാടും പുതിയ ആകർഷകവുമായ ഒരു നിക്ഷേപം ആദ്യമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ബിറ്റ് കോയിൻ, എതേറിയം പോലുള്ള ഡിജിറ്റൽ കറൻസികൾ പല നിക്ഷേപകരെയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കോടീശ്വരന്മാരാക്കിയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം ലക്ഷക്കണക്കിന് ആളുകളുടെ മുഴുവൻ മൂലധനവും നഷ്ടപ്പെടുകയും ചെയ്തു. ഇതുകൊണ്ടാണ് ക്രിപ്റ്റോയെക്കുറിച്ച് നിക്ഷേപകരുടെ അഭിപ്രായം 2 ധ്രുവങ്ങളിലായി വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ ആളുകൾ ഇതിനെ ഭാവിയുടെ സാമ്പത്തിക സംവിധാനമായി കാണുന്നു, അല്ലെങ്കിൽ കേവലം ഉയർന്ന നഷ്ടസാധ്യതയുള്ള ഒരു ചൂതാട്ടമായി കാണുന്നു. ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലിയ ആകർഷണം അമിതമായ വരുമാനത്തിനുള്ള സാധ്യതയാണ്. ബിറ്റ് കോയിൻ പോലുള്ള കോയിനുകൾക്ക് ഒരു കാലത്ത് വർഷം തോറും 100% അധികം വരുമാനം നൽകിയിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം ഈ വിപണി അത്രയും വേഗത്തിൽ പൂജ്യത്തിലേക്കോ നെഗറ്റീവിലേക്കോ പോകാം, അതും മറ്റൊരു സത്യമാണ്. നിലവിൽ ക്രിപ്റ്റോ മാർക്കറ്റ് ഒരു താഴ്ചയിലാണ്, ഡൗൺ ട്രെൻഡിലാണ്. അതായത് വില കുറഞ്ഞുകൊണ്ടിരിക്കുകയും നിക്ഷേപകരുടെ വിശ്വാസം ദുർബലമാവുകയും ചെയ്യുന്നു. ഇപ്പോൾ അർജുനെ പോലുള്ള ഒരു പുതിയ നിക്ഷേപകൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ വലിയ ലാഭം നേടാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു അതീവ അപകടകരമായ ചിന്തയായിരിക്കും. മറ്റൊരു മേഖലയാണ് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ളത്, അതാണ് മ്യൂച്വൽ ഫണ്ടുകൾ. സന്തുലിതമായ നിക്ഷേപത്തിന്റെ ലളിതമായ ഒരു മാധ്യമമായിട്ടാണ് മ്യൂച്വൽ ഫണ്ടിനെ പറയുന്നത്. ഓഹരി വിപണിയിൽ നേരിട്ട് നിക്ഷേപിക്കാൻ ഭയപ്പെടുന്ന എന്നാൽ നല്ല വരുമാനം പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക് ഇന്നത്തെ കാലത്ത് മ്യൂച്വൽ ഫണ്ടുകൾ ഒരു മികച്ച നിക്ഷേപ മാർഗമായി മാറിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിങ്ങൾ നിങ്ങളുടെ പണം ഒരു ഫണ്ട് ഹൗസിന് നൽകുന്നു. അവർ അത് വിവിധ കമ്പനികളുടെ ഓഹരികളിലോ ബോണ്ടുകളിലോ നിക്ഷേപിക്കുന്നു. ഈ മുഴുവൻ പ്രക്രിയയും ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജറാണ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹം വിപണിയെക്കുറിച്ചുള്ള ധാരണയുടെയും ഡാറ്റ വിശകലനത്തിന്റെയും അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. നിങ്ങൾ ദീർഘകാലത്തേക്ക്, അതായത് കുറഞ്ഞത് 5 മുതൽ 10 വർഷം വരെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് ശരാശരി 12% മുതൽ 15% വരെ വാർഷിക വരുമാനം നേടാൻ കഴിയും. ഇത് പണപ്പെരുപ്പത്തേക്കാൾ വളരെ കൂടുതലും സമ്പത്ത് സൃഷ്ടിക്കുന്നതിന് അനുയോജ്യമാണ്. എന്നാൽ ഓർക്കുക, ഈ വരുമാനം ഉറപ്പുള്ളതല്ല. വിപണിയുടെ ചലനത്തിനനുസരിച്ച് ഇതിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം. എങ്കിലും മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഒരു ചെറിയ നെഗറ്റീവ് വശമുണ്ട്, അതാണ് ഫണ്ട് മാനേജ്മെന്റ് ഫീസ്. ഫണ്ട് മാനേജർ നിങ്ങളുടെ പണം കൈകാര്യം ചെയ്യുന്നതിനും ശരിയായ സ്ഥലത്ത് നിക്ഷേപിക്കുന്നതിനും ഓരോ വർഷവും ഏകദേശം 2% മുതൽ 3% വരെ ഫീസ് ഈടാക്കുന്നു. ഈ ഫീസ് നിങ്ങളുടെ അറ്റാദായത്തെ, അതായത് നെറ്റ് റിട്ടേണിനെ അല്പം കുറയ്ക്കും. മറ്റൊരു സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. കുറഞ്ഞ നഷ്ടസാധ്യതയിൽ ദീർഘകാലത്തേക്ക് നല്ല വരുമാനം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, എന്നാൽ ദിവസവും വിപണി നിരീക്ഷിക്കാനോ ഫണ്ട് മാനേജരെ ആശ്രയിക്കാനോ താല്പര്യമില്ലാത്ത ഒരു നിക്ഷേപകനാണ് നിങ്ങളെങ്കിൽ ഇൻഡെക്സ് ഫണ്ടുകൾ നിങ്ങൾക്ക് ഒരു മികച്ച ഓപ്ഷൻ ആയിരിക്കും. നിഫ്റ്റി അല്ലെങ്കിൽ സെൻസെക്സ് പോലുള്ള രാജ്യത്തെ ഏതെങ്കിലും പ്രമുഖ സ്റ്റോക്ക് ഇൻഡെക്സിനെ പിന്തുടരുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ് ഇൻഡെക്സ് ഫണ്ടുകൾ. അതായത് ആ ഇൻഡെക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പനികളിൽ മാത്രമാണ് ആ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നത്. യാതൊരുവിധ സജീവമായ തിരഞ്ഞെടുപ്പോ ഗവേഷണമോ ഒന്നും വേണ്ട. കഴിഞ്ഞ കുറെ വർഷങ്ങളിലെ ഡേറ്റ പരിശോധിച്ചാൽ ഇൻഡെക്സ് ഫണ്ടുകൾ ശരാശരി 12% മുതൽ 13% വരെ വാർഷിക വരുമാനം നൽകിയിട്ടുണ്ട്. ഇത് പണപ്പെരുപ്പ നിരക്കിനേക്കാൾ വളരെ കൂടുതലും ദീർഘകാല സമ്പത്തുണ്ടാക്കാൻ കഴിവുള്ളതുമാണ്. ഇതിൽ ഒരു ഫണ്ട് മാനേജർ ഓഹരികൾ തിരഞ്ഞെടുക്കുന്ന ജോലി ചെയ്യുന്നില്ല എന്നതാണ് പ്രത്യേകത. അതിനാൽ ഇതിൽ ഫണ്ട് മാനേജ്മെന്റ് ഫീസ് വളരെ കുറവായിരിക്കും, പലപ്പോഴും 0.1% താഴെ. ഇതുമൂലം നിങ്ങളുടെ അറ്റാദായം കൂടുതൽ നിലനിൽക്കും. രാജ്യത്തെ മുൻനിര കമ്പനികളിലാണ് ഇത് നിക്ഷേപിക്കേണ്ടത് എന്നതിനാൽ ഇൻഡെക്സ് ഫണ്ടുകളുടെ മറ്റൊരു വലിയ നേട്ടം താരതമ്യേന കുറഞ്ഞ നഷ്ടസാധ്യതയാണ്. അടുത്ത മറ്റൊരു സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് ഓഹരി വിപണി. ഓഹരി വിപണിയെ പലപ്പോഴും സമ്പന്നതയിലേക്കുള്ള കോണി എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. അതൊരു അതിശയോക്തിയല്ല. വാറൻ ബഫറ്റ്, എലോൺ മസ്ക് പോലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗവും കമ്പനികളിലെ അവരുടെ ഓഹരി പങ്കാളിത്തം കാരണമാണ്. ഷെയർ ഹോൾഡിംഗ്.
ഓഹരി വിപണിയിൽ നിക്ഷേപിച്ച് നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള പണം സമ്പാദിക്കാം. ഒന്നാമത്തേത് ഓഹരിയുടെ വില കൂടുമ്പോൾ അത് വിൽക്കുന്നതിലൂടെ മൂലധന നേട്ടം. രണ്ടാമത്തേത് കമ്പനികൾ തങ്ങളുടെ ലാഭത്തിന്റെ ഒരു ഭാഗം നിക്ഷേപകർക്ക് ലാഭവിഹിതമായി നൽകുമ്പോൾ. ഉദാഹരണത്തിന് വാറൻ ബഫറ്റിന് കൊക്കോകോള കമ്പനിയിൽ നിന്ന് മാത്രം ഓരോ വർഷവും 500 കോടിയിൽ അധികം രൂപയുടെ ലാഭവിഹിതം ലഭിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഒരൊറ്റ കമ്പനിയിലെ പങ്കാളിത്തത്തിൽ നിന്നാണ്. എങ്കിലും ഓഹരി വിപണിയിൽ നഷ്ടസാധ്യതയുമുണ്ട്. കാരണം വിലകൾ, വിപണിയുടെ അവസ്ഥ, കമ്പനിയുടെ പ്രകടനം, ആഗോള സംഭവങ്ങൾ എന്നിവയാൽ സ്വാധീനിക്കപ്പെടുന്നു. എന്നാൽ നിങ്ങൾ ശരിയായ കമ്പനികളിൽ ദീർഘകാലത്തേക്ക് നിക്ഷേപിക്കുകയാണെങ്കിൽ ഇത് ഏറ്റവും ശക്തമായ സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഉപകരണമായി മാറും. ഇന്ത്യയിൽ പോലും നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകളിൽ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ശരാശരി 12 മുതൽ 14% വരെ വാർഷിക വരുമാനം നൽകിയിട്ടുണ്ട്. ഇത് ഏതൊരു പരമ്പരാഗത മാർഗത്തെക്കാളും മികച്ചതാണ്. അടുത്ത ഒരു വരുമാന മാർഗമാണ് സ്വയം നിക്ഷേപിക്കുക. ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന നിക്ഷേപമാണിത്. യഥാർത്ഥ സമ്പത്ത് പണത്തിൽ നിന്നല്ല, മറിച്ച് പണത്തെ വീണ്ടും ഉണ്ടാക്കാൻ കഴിയുന്ന കഴിവ്, അതായത് നിങ്ങൾക്ക് ആ ഒരു കഴിവുണ്ടാവണം. പണത്തെ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള കഴിവിലാണ്. ഇതുകൊണ്ടാണ് ലോകത്തിലെ മിക്കവാറും എല്ലാ വിജയിച്ച വ്യക്തികളും വിശ്വസിക്കുന്നത്. സ്വയത്തിനു മേല് നിക്ഷേപിക്കുക. സ്വയം നടത്തുന്ന നിക്ഷേപം ഏറ്റവും മൂല്യവത്തായതാണ്. അത് അറിവായാലും പുതിയ കഴിവുകൾ പഠിക്കുന്നതായാലും അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യത്തെയും മാനസിക ശക്തിയെയും ബലപ്പെടുത്തുന്നതായാലും ഇതെല്ലാം ആർക്കും തട്ടിയെടുക്കാൻ കഴിയാത്ത ആസ്തികളാണ്. അർജുനനെ പോലെയും ഉള്ള വിവേകമതികൾക്കറിയാം, ഇന്നെല്ലാം നഷ്ടപ്പെട്ടാലും സ്വന്തം കഴിവ്, പഠിക്കാനുള്ള ആഗ്രഹം, ശക്തമായ ചിന്ത എന്നിവയുടെ ബലത്തിൽ വീണ്ടും വീണ്ടും ഭാഗ്യം നിർമ്മിക്കാൻ കഴിയുമോ. ഇതുകൊണ്ടാണ് പഠനം, ആശയവിനിമയം, സാങ്കേതിക കഴിവുകൾ അല്ലെങ്കിൽ സാമ്പത്തിക സാക്ഷരത എന്നിവയിൽ സ്വയം മെച്ചപ്പെടുത്തുന്ന ഒരിടത്തരം വ്യക്തി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മറ്റുള്ളവരെക്കാൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു. നിങ്ങളുടെ പണം വെറുതെ ബാങ്കിൽ വെച്ച് നിങ്ങൾ സുരക്ഷിതരാണെന്ന് കരുതുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റാണ് ചെയ്യുന്നത്. അർജുന്റെ കഥ ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. കാലക്രമേണ പണപ്പെരുപ്പം നിങ്ങളുടെ മൂലധനത്തിന്റെ വാങ്ങൽ ശേഷിയെ നിശബ്ദമായിട്ടില്ലാതാക്കും. ഇന്നത്തെ കാലത്ത് ഓഹരികൾ, ഇൻഡെക്സ് ഫണ്ടുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, റിയൽ എസ്റ്റേറ്റ്, സ്വർണം, എന്തിനേറെ ക്രിപ്റ്റോ വരെ ഓരോ നിക്ഷേപ മാർഗത്തിനും വ്യത്യസ്തമായ നഷ്ടസാധ്യതയും പ്രതിഫലനങ്ങളും ഉണ്ട്. എന്നാൽ എല്ലാത്തിനും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപം നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അറിവ്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ ചിന്ത, ഇവയൊരു സാഹചര്യത്തിലും നിങ്ങളെ കൈവിടാത്ത ആസ്തിയാണ്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബവുമായിട്ട് പങ്കുവയ്ക്കുക. അതുവഴി അവർക്കും പണപ്പെരുപ്പത്തിന്റെയും നിക്ഷേപത്തിന്റെയും യഥാർത്ഥ ചിത്രം മനസ്സിലാക്കാൻ കഴിയും. ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.